നമസ്കാരം. തേർഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. 99 രൂപയ്ക്ക് വസ്ത്രം, 299 രൂപയ്ക്ക് വീട്ടുപകരണങ്ങൾ, 1000 രൂപയ്ക്ക് മൊബൈൽ ഫോൺ. ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ പരസ്യങ്ങൾ നിങ്ങളും കണ്ടു കാണുമല്ലോ. എന്നാൽ ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ ഓഫറിന്റെ പേരിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പേജുകളും പരസ്യങ്ങളും സൃഷ്ടിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമമാണിത്. ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിൽ ലൈവ്, ഓഫർ സെയിൽ തുടങ്ങിയ പേരുകളിൽ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ പേജുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നത്. പ്രധാനമായും വില കൂടിയ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ അസാധാരണമായി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന തരത്തിലുള്ള പരസ്യങ്ങൾ പ്രദർശിപ്പിച്ചാണ് ഉപഭോക്താക്കളെ തട്ടിപ്പുകാർ ആകർഷിക്കുന്നത്. പരസ്യങ്ങളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നവരെ ഫ്ലിപ്കാർട്ടിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള വ്യാജ വെബ്സൈറ്റുകളിലേക്കോ സ്വകാര്യ വാട്സപ്പ് നമ്പറുകളിലേക്കോ റീഡയറക്റ്റ് ചെയ്യുന്നു. തുടർന്ന് ലിമിറ്റഡ് സ്റ്റോക്ക് ഓഫർ, അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം തുടങ്ങിയ സന്ദേശങ്ങളിലൂടെ അടിയന്തരമായി ബുക്കിംഗ് തുകയോ അഡ്വാൻസ് ഡെലിവറി ചാർജോ ഓഫർ കൺഫർമേഷൻ ഫീസ് തുടങ്ങിയ പേരുകളിൽ പണമടയ്ക്കാൻ പ്രേരിപ്പിക്കുന്നു. പണം ലഭിച്ച ശേഷം ഉൽപ്പന്നം അയക്കാതിരിക്കുക, കൂടുതൽ തുക ആവശ്യപ്പെടുക, പിന്നീട് ബന്ധപ്പെടാനാകാത്ത സാഹചര്യം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് തട്ടിപ്പുകാരുടെ രീതി. പൊതുജനങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ഓഫറുകൾ പരിശോധിക്കാതെ വിശ്വസിക്കരുതെന്ന് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഫ്ലിപ്കാർട്ടിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ ഓഫറുകളുടെ ആധികാരികത ഉറപ്പിക്കാവൂ. സോഷ്യൽ മീഡിയ ലിങ്കുകൾ വഴി പണം അടയ്ക്കുകയോ വ്യക്തിഗത വിവരങ്ങൾ കൈമാറുകയോ ചെയ്യാതിരിക്കുക. അപരിചിതരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ UPI ഐഡികളിലേക്കോ പണം അയക്കരുത്. OTP, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, CVV പിൻ തുടങ്ങിയ രഹസ്യ വിവരങ്ങളും ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക.